ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്പലത്തിൽ വെച്ച് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രീദേവിയും കൂട്ടിയിട്ട് ഉദയഭാനു വരുവാണല്ലോ. അങ്ങനെ ബാലനും കുടുംബവും ഒക്കെ കാത്തു നിൽക്കുകയാണ്. വണ്ടിയിൽ നിന്നും പെണ്ണ് ഇറങ്ങി വരുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ് കേട്ടോ. നല്ല സുന്ദരിയായ ഒരു കുട്ടി. അങ്ങനെ ഉടനെ തന്നെ ഉദയഭാനു രണ്ട് മക്കളെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. രണ്ടും പെൺമക്കളാണല്ലോ, ശ്രീദേവിയും ശ്രീവിദ്യയും. ശ്രീദേവിക്കാണ് വിവാഹം. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ആനന്ദും പെൺകുട്ടിയെ കണ്ടിട്ട് വല്ലാതെ മറന്നങ്ങ് നിൽക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് ഞങ്ങൾ പോയി തൊഴാം, നിങ്ങൾ ആലോചിച്ചിട്ടൊക്കെ പറയാട്ടോ. അങ്ങനെ അവർ ഉദയഭാനും മക്കളും കൂടെ അമ്പലത്തിൽ തൊഴാൻ പോവുക. ഈ സമയം ഇവിടെയാണെങ്കിൽ പെട്ടെന്ന് മീനാക്ഷിയോട് തന്നെ ആദ്യം ചോദിക്കുക ബാലൻ. ആദ്യം മീനാക്ഷി തന്നെ പറ, പെൺകുട്ടി എങ്ങനെയുണ്ട്? അച്ഛൻ കണ്ടുപിടിച്ചതാണല്ലോ, നിൻ്റെ അഭിപ്രായം അറിയട്ടെ എന്ന്. ഉടനെ അതറിയണതിന് മുന്നേ ചാടി കയറി നമ്മൾ ആനന്ദ് പറയും, അച്ഛാ എനിക്ക് ഈ പെൺകുട്ടി തന്നെ മതി, എനിക്കിനി വേറെ ആരെയും നോക്കണ്ട അച്ഛാ, അച്ഛൻ്റെ സെലക്ഷൻ സൂപ്പർ എന്ന് പറയാട്ടോ. ഇത് കേട്ട് മീനാക്ഷിയൊക്കെ എല്ലാവരും അന്തം വിട്ട് പോവുക. ഈ തൊട്ട് നിമിഷം വരെ എന്താ പറഞ്ഞിരുന്നത്, എനിക്ക് വിവാഹം വേണ്ടാന്ന് പറഞ്ഞിരുന്ന ആനന്ദത്തെ ദേ ഇപ്പം ഇത് മതിയെന്നും പറഞ്ഞ് വാശിയിലാണല്ലോ. അത് ശരി, എന്തായാലും നമ്മുടെ ഭാഗ്യം തന്നെയാണ് ഇങ്ങനൊരു വിവാഹം വന്നത്. അല്ലെങ്കിലും ഞാനായിട്ട് കണ്ടുപിടിച്ചതെല്ലാം നന്നായി തന്നെയല്ലേ വരുള്ളൂ. ഇതിനിടയ്ക്ക് തന്നെ ആര്യൻ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആര്യനാണെങ്കിൽ അമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്നും കൊണ്ട് കുടുംബസമേതം എല്ലാവരും നിൽക്കുന്നത് വീഡിയോ എടുക്കുകയാണ്. എന്നിട്ട് സന്തോഷപൂർവ്വം ആര്യൻ തിരിച്ച് പോവുക കേട്ടോ. അത് കഴിഞ്ഞ് ആര്യനെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി പെൺകുട്ടിയെ. അന്നേരം നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചല്ലോ ബാലേട്ടാ, നമ്മുടെ ആര്യൻ്റെ അഭിപ്രായം അറിയണ്ടേ, അവനും നമ്മളെ കുടുംബത്തിലുള്ളതല്ലേ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഗോമതി? നല്ലൊരു ദിവസമായിട്ട് അവൻ്റെ പേരും എടുത്തിട്ടിട്ട് എനിക്ക് ഭ്രാന്തെടുക്കും, നീ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് ദേഷ്യം വന്ന് പോവാട്ടോ. തൊട്ട് പിറകെ തന്നെ ഗോമതി ചെന്ന് പറയുക, ബാലേട്ടാ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ബാലേട്ടൻ്റെ മനസ്സ് വിഷമിപ്പിക്കാനോ ദേഷ്യപ്പെടാനോ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, എന്നാലും ഞാനൊന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ശരി, ഇപ്പം തന്നെ നമ്മുടെ ഭാഗ്യത്തിനാണ് ഇങ്ങനൊരു ബന്ധം വന്നത്, ഇനി അവൻ്റെ ആ ഒരു ഇതൊക്കെ എടുത്തിട്ടിട്ട് ആകെ പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഉദയഭാനും എല്ലാവരും അങ്ങോട്ട് വരിക കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തായി തീരുമാനങ്ങൾ, എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ തന്നെ ബാലൻ പറയാം, എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും പെൺകുട്ടിയെ ഇഷ്ടമായിട്ടുണ്ട്, ഞങ്ങൾക്കും ഒക്കെ ഇഷ്ടമായി. പിന്നെ ബാലൻ അപ്പോൾ ബാലൻ പറയാം, എല്ലാവരും വന്നിട്ടുണ്ട്, ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതെൻ്റെ മൂത്ത മകൻ, ഇവനാണ് കല്യാണം ആലോചിക്കുന്നത്, പരിചയപ്പെടുത്തുന്ന ഇടയിൽ കൂടെ ആര്യൻ്റെ കാര്യവും പറയാനുണ്ട് കേട്ടോ. ഇളയ മോൻ വിവാഹം കഴിഞ്ഞിട്ട് ഇവിടെ ഇല്ല, ദൂരെ സ്ഥലത്താണ് താമസിക്കണേന്നും കൂടെ ഒരു കള്ളം പറയാണ് കേട്ടോ. അപ്പോൾ അത് ഗോമതിക്ക് ഒരു വിഷമാവണം. അപ്പം തന്നെ ഉദയഭാനു പറയുന്നുണ്ട്, ആ മോനെക്കുറിച്ച് ഞാൻ കുറച്ചൊക്കെ കേട്ടു, നാട്ടുകാരൊക്കെ പറയണം കേട്ടോ, എന്തൊക്കെയോ കൃഷ്ണമംഗലത്തുള്ളവരുമായിട്ട് ചെറിയ ഇതുണ്ടല്ലേ പ്രശ്നങ്ങൾ. അത് ഉണ്ട്, പക്ഷെ അതൊക്കെ പറയണമെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് എന്നിങ്ങനെ ബാലൻ പറയും. വേണ്ട ഒന്നും പറയണ്ട, അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ നാട്ടുകാരൊന്നും പറയണ വിശ്വസിക്കാനോ കേൾക്കാനോ പോകുന്ന ഒരാളല്ല, അറിയാലോ എൻ്റെ സ്വഭാവം, ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണല്ലോ നിങ്ങളോട്. അപ്പോൾ തന്നെ മീനാക്ഷി പറയുന്നുണ്ട്, അതെ എല്ലാവരും സംസാരിക്കണുണ്ട്, പിന്നെ ശ്രീദേവി മാത്രം എന്താ മിണ്ടാതെ നിൽക്കണേ, ഒന്നും പറയാനില്ലേന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഞാനെന്ത് പറയാനാ, എനിക്കൊന്നും പറയാനില്ല, ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമായി. അപ്പോൾ ആനന്ദിനോടും അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവനും ഇഷ്ടമായും തന്നെ പറയട്ടോ. അങ്ങനെ അവരവിടെ നല്ല സന്തോഷമായിട്ട് പരസ്പരം ഇനി അടുത്ത ചടങ്ങുകളിലേക്ക് ഇനി കടക്കാമല്ലോ, എല്ലാം വിളിച്ചറിയിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞ് പോവാട്ടോ. നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ആനന്ദ് അവിടെ നിന്നൊക്കെ പോയി സ്വപ്നം കണ്ട് മറന്ന് നിൽക്കുകയാണ്. അങ്ങനെ ആകാശം ധർമ്മനും കൂടെ വന്ന് ഒരുപാട് കളിയാക്കണുണ്ട് കേട്ടോ. എന്നെ ജോലിക്ക് പോകണ്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ അതുപോലും ആനന്ദ് മറന്നു പോവുക, അത്ര സന്തോഷമായി ആനന്ദിന്. എന്നിട്ട് ഉടനെ തന്നെ അച്ഛനോട് പറയാം, അച്ഛാ ഒരുപാട് നന്ദിയുണ്ട് അച്ഛാ, അച്ഛൻ പറയണ കേട്ട് ഞാൻ ഇത്രയും നാൾ കാത്തു നിന്നതുകൊണ്ടാണല്ലോ എനിക്കിതുപോലെ ഒരു ബന്ധം കിട്ടിയത്, അതുകൊണ്ട് എനിക്ക് അച്ഛനോട് ഒരുപാട് താങ്ക്സ് എന്ന് പറയും. സാരമില്ലടാ മോനെ, അതൊക്കെ കുഴപ്പമൊന്നുമില്ല, നീ വന്നേ എന്നും പറഞ്ഞ് അവർ നേരെ വീട്ടിലേക്കും പോവാണ് കേട്ടോ. പിന്നെ ഇതേ സമയം തന്നെ നമ്മുടെ മിത്രയ്ക്ക് ആര്യൻ വീട്ടിലിരിക്കുകയാണല്ലോ, മിത്ര കാല് വയ്യാണ്ട്, മിത്രയ്ക്കാണെങ്കിൽ അവർ വീഡിയോ ആര്യൻ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ മിത്രയ്ക്ക് നല്ല ഇഷ്ടമാവുന്നുണ്ട്. ആ ഫോണിൽ നിന്ന് തന്നെ മിത്ര പെട്ടെന്ന് ആനന്ദിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ഇടുന്നുണ്ട് കേട്ടോ. പെൺകുട്ടി നല്ല സ്മാർട്ടാണ്, മിടുക്കിയാണ്, ഇഷ്ടമായി, എന്തായാലും ആനന്ദേട്ടന് ചേരും, നല്ല കുട്ടിയാണ് എന്നും പറഞ്ഞ് ഒരു മെസ്സേജ് ഇടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഉദയഭാനുവും മക്കളും ഭാര്യയും കൂടെ നേരെ വീട്ടിലേക്ക് എത്തുകയാണ്. പോകുന്ന വഴി കാറെല്ലാം നിർത്തി ചാടി ഇറങ്ങിയിട്ട്, അയ്യോ എൻ്റെ ദൈവമേ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക. അപ്പോഴാണ് ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് പറയുക, അതേ 4 ദിവസം കൊണ്ട് വണ്ടി ഓടുക, 5000 രൂപയായി എന്ന് പറയാം കേട്ടോ. വാടക 5000 രൂപയോ, എന്താ നിങ്ങളീ പറയണത്? അതെ, വണ്ടിക്ക് 5000, AC വേണം, അത് വേണം, ഇത് വേണമെന്ന് പറഞ്ഞ് AC ഒക്കെ ഇട്ട് 4 ദിവസം കറങ്ങി നടന്നപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നു, മര്യാദയ്ക്ക് എൻ്റെ പൈസ താടോ എന്ന് പറയാം കേട്ടോ ഉദയഭാനുവിൻ്റെ അടുത്ത്. അപ്പോൾ അയാൾ പറയാം, അതെ ഇപ്പം തൽക്കാലം നീ ഒരു 2500 രൂപ പിടിക്കുക, ഇതിനപ്പുറം ഞാൻ തരില്ല. നിങ്ങൾ ആളെ പറ്റിക്കാണോ? ഉടനെ തന്നെ ഭാര്യയും പറഞ്ഞുകൊണ്ടേടാ ചെക്ക, ഇതേ സ്ഥലം വേറെയാ, പിന്നെ എൻ്റെ മോളെ ഇത് കണ്ടല്ലോ, ഇവൻ നമ്മുടെ അടുത്ത് വാശി പിടിച്ച് പൈസ ചോദിക്കുക. അത് ശരി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ മോള് കേട്ടോ. അപ്പം
എല്ലാവരും കൂടെ ഡ്രൈവറെ എടുത്തിട്ട് പഞ്ഞിക്കിടാണ്. അവസാനം വല്ല വിധേനയും നമ്മുടെ ശ്രീദേവി വന്നിട്ട് പറയാനുണ്ട്, അച്ഛാ സാരില്ല, അയാളുടെ പൈസ നമുക്ക് എന്തിനാ അങ്ങ് കൊടുത്തേരെന്ന് പറഞ്ഞ് അച്ഛൻ്റെ നിന്ന് പിടിച്ച് വാങ്ങിച്ച് 5000-ന് പകരം 2500 കൊടുക്കാമെന്ന് പറഞ്ഞു. അതിൽ നിന്നും ഒരു 4000 രൂപയാക്കി വല്ല വിധേന അയാൾക്ക് കൊടുത്ത് അവിടുന്ന് പറഞ്ഞു വിടാട്ടോ. പറ്റിപ്പോൾ കുടുംബമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ അകത്തേക്ക് കയറി വന്ന് ഉദയഭാനു തലയിലിരുന്ന വിക്കെല്ലാം വലിച്ചൂരി എറിയാട്ടോ. അപ്പോൾ തന്നെ ഭാര്യ പറയുക, ഏട്ടാ ഞാൻ പറഞ്ഞിട്ടില്ല ഇതിങ്ങനെ വലിച്ചൂരരുതെന്ന്, കാക്കയെ ഓടിക്കാൻ വേണ്ടി കമ്പിൽ കെട്ടി വെക്കേണ്ട സാധനമായത്, എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് വന്നതും പോരാ ദൂരെ എറിയണോ എന്നൊക്കെ പറഞ്ഞ് ഉദയഭാനുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയട്ടോ. അപ്പോൾ ഉടനെ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഇവിടെ നടക്കുന്ന അമ്മേ എന്ന് ശ്രീദേവി ചോദിക്കുക കേട്ടോ. അച്ഛാ എന്തൊക്കെ കള്ളത്തരങ്ങളെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വിവാഹം നടത്തുന്നത്, അവരോട് എന്തൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്, അതുപോലെ ഡ്രൈവറോട് എന്തൊക്കെ കള്ളത്തരങ്ങളാണ് പറഞ്ഞത്, അയാളെയും പറ്റിക്കേണ്ടിയിരുന്നില്ല എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നു മോളെ നീ ഒന്ന് അടങ്ങ്, നമുക്ക് ആർക്കും ഹരിചന്ദ്രനോ സത്യസന്ധനോ ഒന്നും ആവാനൊന്നും പറ്റത്തില്ല. അച്ഛാ ഇങ്ങനെയൊക്കെ ആയാലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരറിയില്ലേ, അറിയട്ടെ, കല്യാണം കഴിഞ്ഞ് അവരെന്തറിഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല മോളെ, എന്തായാലും കല്യാണം കഴിഞ്ഞ് നീ അവനെ വരുതിയിൽ വരുത്തണം, ആനന്ദിനെ വരച്ച വരെ നിർത്തണം, ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്ന് അമ്മയും കൂടെ മോക്ക് പറഞ്ഞു കൊടുക്കുക. അതൊക്കെ പോട്ടെ, ഇതേ ഞാനാണെങ്കിൽ ബിസിനസ് എല്ലാം ചെയ്ത് എല്ലാം പൊട്ടി പാളീസായി, ആ കടങ്ങളൊക്കെ ഇനി വീടണ്ടേ, അതിന് എൻ്റെ കല്യാണം നടത്തിയിട്ടാണോ വെച്ചാൽ വീടേണ്ടത്, അതേ അങ്ങനെ ഇനി നടക്കുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗോമതി സ്റ്റോറിൻ്റെ ബാലൻ എനിക്ക് നന്നായിട്ട് അറിയാം, അയാളുടെ മൂത്ത മകന് വേണ്ടി പെണ്ണ് അന്വേഷിച്ച് അയാൾ നടക്കുകയാണ്, പോരാഞ്ഞിട്ട് ഒന്നും നടക്കണമില്ല. അപ്പോൾ അതുമല്ല അയാളുടെ കയ്യിൽ അത്യാവശ്യം പൂത്ത കാശും ഉണ്ട്. അങ്ങനെ അപ്പോൾ പിന്നെ എൻ്റെ മോളെ അവിടെ തന്നെ അയക്കുന്നതന്നെയല്ലേ നല്ലത്, നമുക്കതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് കിട്ടാനാ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ, നീ നോക്കിക്കോ, നീ അവിടെ ചെന്ന് കയറി കഴിഞ്ഞ് എന്തായാലും അത്യാവശ്യം നീ ഒരു ഡാൻസൊക്കെ പഠിക്കുന്ന കുട്ടിയല്ലേ, ഒരു ഡാൻസ് സ്കൂളൊക്കെ അങ്ങ് തുടങ്ങണം, എന്നിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു നമ്മുടെ ഏറ്റവും വലിയ ഐശ്വര്യം ഗോമതി സ്റ്റോർ ബാലൻ എന്നും പറഞ്ഞൊരു ബോർഡ് വാങ്ങി വയ്ക്കും, അപ്പോഴാണ് കളി ഇരിക്കുന്നത്, നീ നോക്കിക്കോ എന്നും പറഞ്ഞ് കുടുംബം മൊത്തം പറ്റിപ്പായിരിക്കണം കേട്ടോ. ബാലനൊന്നും അറിയാതിരിക്കുന്നത് എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.